ഹലോ. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യലല്ലേ. ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി എന്നെ വീഡിയോ ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് കണ്ടന്റൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് കുറച്ച് നേരം വെളിയിൽ പോയിരിക്കാം, അപ്പോൾ എന്തെങ്കിലും ഐഡിയ സ്പാർക്ക് ആയിരിക്കും, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ മുമ്പിൽ അപ്പൂപ്പന്താടി പറഞ്ഞത്. അപ്പോൾ അതിനെ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ചില ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വെച്ചാൽ അത് തന്നെ ഇന്ന് വരയ്ക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകും. വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഓർത്തത് എൻ്റെ കയ്യിൽ ഇറേസർ ഇല്ല. പിന്നെ അടുത്ത കടയിൽ പോയി അറിയാവുന്ന മുറിക്കണ്ണടയൊക്കെ പറഞ്ഞ് ഒരു ഇറേസർ വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ വീണ്ടും വര തുടങ്ങി. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് വരയ്ക്കാമല്ലോ, തെറ്റിയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ഫെബ്രുവരി ഒക്കെ അടുക്കുമ്പോഴത്തേക്കും ഈ വേനൽക്കാലം തുടങ്ങും. അപ്പോൾ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങി. ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള പീരീഡിലൊന്നും ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ലേ. വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ക്ലാസ്സിലോട്ട് ഈ 1-2 അപ്പൂപ്പന്താടികൾ പറഞ്ഞു വരുന്നത്. പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ ഇങ്ങനെ നോക്കിയിരിക്കും. ചിലർ തന്നെ ചാടി പിടിക്കാൻ നോക്കും. എനിക്ക് അപ്പൂപ്പന്താടി കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂപ്പന്താടി. കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ വരയ്ക്കുന്നതാണ് ശിശിരത്തിലെ ഓക്കുമരം. ഇതെനിക്ക് മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നൊരു ചാപ്റ്ററായിരുന്നു. അതിൻ്റെ കഥ നമുക്ക് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. എൻ്റെ ക്ലാസ്സിലെ ബോയ്സ് എപ്പോഴും പെൻ ഫൈറ്റ് കളിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ ടേബിളിൽ 2 പെന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി സുനാമി വന്നെന്ന് പറഞ്ഞാൽ പോലും മൈൻഡ് ചെയ്യാത്ത നമ്മുടെ ക്ലാസ്സിലെ ആ പഠിപ്പി. ഇനി നമ്മുടെ കഥാനായകനായ അപ്പൂപ്പന്താടീനെ വരയ്ക്കാം. അപ്പം നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എൻ്റെ ക്ലാസ്സിൽ ആകെ മൊത്തം 4 പേരല്ല കേട്ടോ. ഇത് ബാക്ക് ബെഞ്ചാന്ന് വിചാരിച്ചോ, അല്ലാണ്ട് വരയ്ക്കാൻ മടിയുണ്ടായിട്ടല്ല എനിക്ക്. ഇതാണ് എൻ്റെ ഓർമ്മകളിലെ കുട്ടി ഞാനും കൂട്ടുകാരും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. വരകളും കഥകളും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന ഹോപ്പോടെ ബൈ.